വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് നന്ദു. ഇന്ന് നമ്മളൊരു റൂം മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പോൾ നമ്മുടെ ഡെസ്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂം മൊത്തത്തിലൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മുറിയിലല്ല കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം കിട്ടുമ്പോൾ തന്നെ ബെഡിലോട്ടാണ് തള്ളുന്നത്. അപ്പോൾ ബെഡിൽ നിന്നായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബെഡിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പെറുക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വെച്ചെടുക്കുകയാണ് ചെയ്തത്. സാധാരണ ഞാൻ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമാണ് ബെഡ് ക്ലീൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യാൻ നിന്നാൽ മൊത്തത്തിൽ പണിയാവും എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ ബെഡ് അങ്ങ് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഏറ്റവും പാടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണ്. ഒന്നാമത് ഇത് കിങ് സൈസ് ബെഡ് ആയതുകൊണ്ട് ഇത് പിരിക്കാൻ നല്ല പാടാണ്. ആ മൂലയിലൊക്കെ കൈ കൊണ്ട് കഴിഞ്ഞാൽ കൈ മുറിയുകയും ചെയ്യും. അങ്ങനെ കുറേ നേരം ഞാൻ പരിശ്രമിച്ചൊന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കില്ല. നല്ലൊരു ഐസ്തെറ്റിക് പ്രിന്റിലുള്ളതെന്ന് എനിക്ക് തോന്നി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് മാച്ച് ആയിട്ടുള്ള പില്ലോ കേസ് ഒന്നും എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് രണ്ടെണ്ണമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ബെഡ് അറേഞ്ച് ചെയ്യുന്ന പരിപാടിയൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ സാധനങ്ങൾ പെറുക്കി അങ്ങ് വെക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ ബെഡിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു വൈൻസ് ഫിറ്റ് ചെയ്യണം. ഈ വൈൻസിൽ തന്നെ ഞാൻ ഫെയറി ലൈറ്റും കൂടെ ഒരുമിച്ചായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫെയറി ലൈറ്റ് ഇങ്ങനെ വൈൻസിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഇലയിൽ കൂടി ഇങ്ങനെ ലൈറ്റ് കളിയുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യണ വലിയ ഡിസൈൻ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള പോലെ തന്നെയായിരുന്നു ഇപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതും ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഇത്തവണ ഞാൻ അന്നുണ്ടാക്കിയ ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ആ ടിഷ്യൂ പേപ്പർ വെച്ചുണ്ടാക്കിയ ആ ഒരു സാധനം കൂടെ വാളിൽ എവിടെയെങ്കിലും ഒട്ടിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അത് ഞാൻ സ്റ്റാൻഡ് ഒരു സ്ട്രോ വെച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതൊരു രീതിയിൽ നിൽക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതോടെ ഞാൻ ഒട്ടിച്ച് വെക്കാമെന്ന്. അതങ്ങനെ ആ വാളിൽ ഒട്ടിച്ച് വെച്ചു. പിന്നെ നിങ്ങളൊരു ലോ ബഡ്ജറ്റിൽ റൂം മേക്ക് ഓവർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന ഒരു ബെസ്റ്റ് ഐറ്റമാണ് ഈ ഒരു സൺസെറ്റ് ലാമ്പ്. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് അറൗണ്ട് ഒരു 200 ആയിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു റേറ്റിന് ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മുടെ റൂമിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് എന്തോ 16 കളർ വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു യെല്ലോയും ഒരു പർപ്പിൾ പോലത്തെ കളറുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളറ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിച്ചതല്ലേ, കുറച്ച് ഷോയ്ക്ക് വേണ്ടി അതോട് വെച്ച് വർക്ക് ചെയ്യാമെന്ന്. ഇനി നമ്മൾ ഡെസ്കിൻ്റെ ഏരിയ ആയിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഡെസ്കിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി. ഇടയ്ക്ക് വെച്ച് ക്യാമറ ഫോക്കസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ പൂച്ചക്കുഞ്ഞ് അതിൽ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സത്യം പറയാലോ, ഇത്തവണ നമ്മൾ മേക്ക് ഓവർ ചെയ്തപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഈ ഡെസ്കിലൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ എവിടെ വെക്കണം എന്ന് ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങിയത്. സാധാരണ കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവർ ഞാൻ ചെയ്തപ്പം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇത് അവിടെ വെക്കണം, ഇത് ഇവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇത്തവണ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നിയ പോലെയൊക്കെ വെക്കുമായിരുന്നു. അവസാനം കുറേ സാധനം ഡെസ്കിലിരുന്നത് ബാക്കിയും വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആ ഒരു ഹുക്കിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവറിൽ കാണിച്ച, അന്നത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. കാരണം അതിൻ്റെ മുകളിൽ ക്ലേ കൊണ്ടുണ്ടാക്കിയ കുറേ ടോയ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ആ ബോർഡ് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. അപ്പോൾ ആ ക്ലേ കൊണ്ടുണ്ടാക്കിയതെല്ലാം നന്നായിട്ട് ചതഞ്ഞു പോയി. അപ്പോൾ ഞാൻ അതൊക്കെ പെറുക്കി മാറ്റിക്കളഞ്ഞായിരുന്നു. ഇപ്പം അത് കാണാൻ വലിയ രസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ കിൻഡർ ജോയ് ഒക്കെ കിട്ടുമ്പം അതിൻ്റെ കൂടെ കിട്ടുന്ന ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഈ ബോർഡിൽ ഈ വാൾ പ്രിൻ്റൊക്കെ ഒട്ടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭിത്തിയിൽ ഒട്ടിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനൊരു ഓൾട്ടർനേറ്റീവ് വഴി കണ്ടുപിടിച്ചാണ് ഇതൊരെണ്ണം. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വല്ല കാർഡ്ബോർഡിൽ വൈറ്റ് പേപ്പർ കവർ ചെയ്ത് ഒട്ടിച്ച് നോക്കും, നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ പയ്യെ പയ്യെ ഡെസ്കിലേക്ക് ഓരോരോ സാധനങ്ങൾ എടുത്തു വെച്ചു. ആദ്യം നമ്മൾ കാണിച്ചത് മിനിസോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ബാസ്ക്കറ്റ് ആയിരുന്നു. അതിനകത്താണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്ന എല്ലാ സാധനങ്ങളും വെക്കണം. പിന്നെ ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ബൂത്താണ്. എനിക്ക് ഈ ഒരു അടുത്തുണ്ടാക്കിയതിൽ ഏറ്റവും ഫേവറേറ്റ് ക്രാഫ്റ്റാണ് അത്. പിന്നെ ഇത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ്. ആ ഒരു ഓർഗനൈസർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ റൂം മേക്ക് ഓവർ ചെയ്യണം, അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയതായിരുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഫോൺ ബോക്സ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഞാൻ വെച്ച് വന്നപ്പോഴേക്കും വൈകുന്നേരം ഒരു സമയത്തായിരുന്നു തുടങ്ങിയത്. അപ്പോൾ പുറത്തൊക്കെ നല്ല ഇരുട്ടായി. ആ സൺസെറ്റ് ലാമ്പിൽ വർക്ക് ചെയ്യുന്നത് ചെറുതായിട്ട് ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ നോർമൽ ലൈറ്റിലോട്ട് സ്വിച്ച് ചെയ്തായിരുന്നു. പിന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലീവ് എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഈ ലീഫൊന്നും അറേഞ്ച് ചെയ്യണേ വലിയ കഴിവൊന്നുമില്ല. അപ്പോഴേക്കും ഞാൻ പുറത്ത് നോക്കിയപ്പോൾ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ പ്ലാന്റ് കരിഞ്ഞു പോയി. അപ്പോൾ ആ ചെടിച്ചട്ടി കൊള്ളാമെന്ന് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ തുണിയും കൂടെ കയറ്റി ഞാൻ ആ ലീഫ് മൊത്തം അതിലങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ എനിക്ക് ആ സെറ്റ് ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് അത്രയ്ക്ക് സെറ്റ് ചെയ്യാൻ അറിയത്തുള്ളൂ. പിന്നെ സൈഡിൽ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ച് എൻ്റെ കുറച്ച് ജേർണലും കുറച്ച് നോട്ട്ബുക്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനി അടുത്തായിട്ടുള്ളൊരു മിഫിയുടെ ഓർഗനൈസറാണ്. ഇതെൻ്റെ ചേച്ചി ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലത്തെ ഐറ്റം. ഇതിൻ്റെ ആ വൈറ്റ് പാർട്ട്, അകത്തെ കളറുള്ള പാർട്ടൊക്കെ വൈറ്റ് വെച്ച് കവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അപ്പോൾ ഒരു മടി കാരണം അതങ്ങ് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറേ വൂളും ക്രോഷേറ്റിൻ്റെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഞാനത് പുതിയതായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചതാണ്. ഇതുവരെ അതിനൊന്നും സംഭവിച്ചിട്ടില്ല. അത് അതേപോലെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അടുത്തൊരു റാക്കിലായിട്ട് ഞാൻ എൻ്റെ മെമ്മറി ബോക്സ് ആണ് വെക്കുന്നത്. ആ മെമ്മറി ബോക്സിനകത്തൊരു ജേർണലും ഉണ്ട്. ആ ഒരു ജേർണലും പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മെമ്മറി ബോക്സ് ഉണ്ട്, അതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്ര പെട്ടെന്ന് എൻ്റെ മെമ്മറി ബോക്സ് ഒക്കെ തീരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ വെക്കുന്ന സാധനങ്ങളൊക്കെ നല്ല വലുപ്പമുള്ളതായതുകൊണ്ട് ആദ്യത്തെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് വലിയ വെട്ടിയാണ് എടുത്തത്. ഈ വർഷം മൊത്തം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ രാത്രിയായി. അന്ന് എനിക്ക് മടിയായി. അന്ന് ആ ഫ്ലോർ അങ്ങനെ വെച്ചിട്ട് ഞാൻ നിർത്തി. അടുത്ത ദിവസം നമ്മൾ ബെഡിൻ്റെ അടിയിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനകത്തുള്ള സാധനങ്ങളും കൂടെ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ. എനിക്കാണെങ്കിൽ ഇത് എവിടുന്ന് തുടങ്ങും, ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ഈ ഒരു ബോക്സ് കണ്ടില്ലേ, ഇതിനകത്ത് മൊത്തം ഉള്ളത് ഞാൻ ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി വെക്കുന്ന കുറേ സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ ആ ഡേ നെവർ കംസ് ആണ്. എന്നിട്ട് ഞാൻ ഈ സാധനങ്ങൾ ഇങ്ങനെ പെറുക്കി വെച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് കുപ്പിയോ പാട്ടോ അങ്ങനെ എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും കളയാനും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണം, അല്ലാണ്ട് ബാക്കി എല്ലാം കളയാം, എന്തായാലും ഞാൻ ഉണ്ടാക്കാനൊന്നും പോണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ മൊത്തത്തിൽ അതിന് സോർട്ട് ചെയ്യാൻ ഒരു 1.5 മണിക്കൂർ എടുത്തു. അങ്ങനെ സോർട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇത്രയും സാധനം വേസ്റ്റിലോട്ടും ഇത്രയും സാധനം എൻ്റെ കയ്യിലോട്ടും പോയി. പിന്നെ ഈ ഒരു ഭാഗവും നമ്മുടെ ചെറിയ ചെറിയ കുറച്ച് ക്ലീനിങ് കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ഗൈസ്.